നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിലും മോള് കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണും. ഫൈവ് ഓഫ് സോഴ്സ് എനർജിയാണ്. ഈ റിലേഷൻ്റെ കാര്യത്തിൽ അവർ കൺഫ്യൂസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ അവർക്കൊരു മനസ്സമാധാനം ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. മാനസികമായിട്ട് അവരെപ്പോഴും അസ്വസ്ഥതയിലാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള വഴക്കുകൾ, പ്രശ്നങ്ങൾ, നിങ്ങൾ അവരോട് സംസാരിക്കുന്ന രീതി, ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നുണ്ടാവുക. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കരുതുന്ന രീതി ആയിരിക്കില്ല അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിപ്പം അവരോട് ആൾക്ക് വേറെ റിലേഷൻ ഉണ്ടോ എന്നുള്ള രീതിയിൽ ഒരു സംശയത്തിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്കത് അവരെ ഹേർട്ട് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ആ ഒരു ഇമോഷനോടെ ആയിരിക്കും അവരത് എടുക്കുന്നുണ്ടാവുക. ഓക്കെ, അവരെ ഒരു അങ്ങനെ ഒരു പേഴ്സണായിട്ട് കാണുന്നു, അല്ലെങ്കിൽ അത്ര ഒരു വാല്യൂ നിങ്ങൾ അവർക്ക് കൊടുക്കുന്നുള്ളൂ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ, നെഗറ്റീവ് ചിന്തകൾ, നിങ്ങൾ എന്ത് പറയുന്നോ അതൊരു നെഗറ്റീവ് തോട്ടിൽ അവരെടുക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് അവരെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ ഈ റിലേഷനിൽ ഒരു അകൽച്ച വെക്കുന്നതിന് അതൊരു കാരണമാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. ഇപ്പം നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഒരു അകൽച്ചയുണ്ട്, ഒരു നോ കോണ്ടാക്റ്റ് ആണ്, ലെസ് കോണ്ടാക്റ്റിലൊക്കെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റീസ്റ്റാർട്ട് ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. തൽക്കാലത്തേക്ക് ഇവിടെ എൻഡായി നിൽക്കുന്ന എനർജീനെ കാണിക്കുന്നത്. പക്ഷെ അങ്ങനെ എൻഡായി കംപ്ലീറ്റ് ആയിട്ട് റിലേഷൻ എൻഡായി പോയി എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവും ഈ റിലേഷനിൽ എന്നാണ് കാണിക്കുന്നത്. ലവേഴ്സ് കാർഡാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള റിലേഷൻ്റെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിലൊരു ഫിസിക്കലി, ഇമോഷണലി ഭയങ്കര ഒരു ബോണ്ടിങ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു ബോണ്ടിങ് ആണ് ഈ റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്രയും ഒരു സ്ട്രോങ് കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്. ആ ഒരു കണക്ഷനാണ് നിങ്ങളുടെ റിലേഷനെ കൂടുതൽ സ്ട്രെങ്തൻ ആക്കുന്നത്, കൂടുതൽ നിങ്ങളുടെ ലൈഫിലോട്ട് അടുപ്പിച്ച് നിർത്തുന്നത് എന്നാണ് കാണിക്കുന്നത്. ഫൈവ് ഓഫ് സോഴ്സ് എനർജിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങൾ പറയുന്നതല്ല നിങ്ങൾ പേഴ്സൺ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സിനോടോ ആരോടെങ്കിലും പറയുമ്പോഴും അവരുടെ ഭാഗത്തു നിന്നുള്ള ഒപ്പീനിയൻ കൂടി, അത് മറ്റുള്ളവരുടെ ഒപ്പീനിയൻ കൂടി സ്വീകരിക്കുന്ന ഒരു പേഴ്സണായിട്ട് കാണുന്നുണ്ട്. സ്വന്തമായിട്ടൊരു നിലപാട് അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരോടൊരു ഒപ്പീനിയൻ ചോദിക്കുന്ന ഒരു ടെൻഡൻസി നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഒപ്പീനിയൻ കൂടി അവർ ചോദിക്കുമ്പം അവർക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റിസൾട്ടിനനുസരിച്ച് അവർ ഡിസിഷൻ എടുക്കുമ്പം ഈ റിലേഷൻ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ആണ് ക്രിയേറ്റഡ് ആവുന്നത്. നിങ്ങൾ തമ്മിൽ വാക്ക് തർക്കങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സൺ തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്ന എനർജിയോ, നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ റിലേഷനിൽ സംഭവിക്കുന്നതിന് റീസൺ ഇതാണ് എന്നാണ് കാണിക്കുന്നത്. ഫൈവ് ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷനിൽ, സംസാരത്തിലുണ്ടാകുന്ന വാക്ക് തർക്കങ്ങൾ, അതായത് നിങ്ങൾ ചിലപ്പോൾ ആ ഒരു സമയത്ത് ഒരു ഇഷ്ടക്കേട് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടെൻഷൻ കൊണ്ടോ നിങ്ങൾ പറയുന്നതായിരിക്കാം. പക്ഷെ അതൊക്കെ അവരുടെ മനസ്സിൽ അവർ വേറൊരു രീതിയിൽ അതിനെ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് അവരോടൊരു താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി ആ രീതിയിൽ അതിനെ എടുത്ത് അവർ ഈ റിലേഷന് മാറി നിൽക്കുവാണ്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്താണ് പ്രശ്നം എന്നുള്ള രീതിയിലാണ് അവരതിനെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ സ്നേഹം കൊണ്ടായിരിക്കാം പറയുന്നുണ്ടാവുക, നിങ്ങളെ ഒരു പരിഭവമായിരിക്കാം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അതൊന്നും നിങ്ങൾ പറയുന്ന രീതിയിലല്ല അതിനെ അവർ ഉൾക്കൊള്ളുന്നത്, ആ രീതിയിലല്ല അതിനെ അവർ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. എയ്റ്റ് ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ ഒരു സംസാരം ഒന്ന് സംസാരിച്ച് ഓക്കെ ആക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് വരാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അവർ ഈ ഒരു റിലേഷൻ്റെ കാര്യം ഒന്ന് സംസാരിച്ച് കോംപ്രമൈസ് ആക്കാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതാണ്. രണ്ടുപേരും സംസാരിച്ച് ഓക്കെ ആവാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ രണ്ടുപേർക്കും കൂടി ഒരു ചാൻസ് മുന്നോട്ട് കിട്ടും. ഈ റിലേഷൻ്റെ കാര്യത്തിലൊരു സംസാരിച്ച് നിങ്ങളുടെ ഭാഗം നിങ്ങൾക്കും ആളുടെ ഭാഗം ആൾക്കും ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം മുന്നോട്ട് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം.
അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റും എന്താണ് പ്രശ്നം, എവിടെയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രശ്നങ്ങൾ വരുന്നത്, എവിടെയാണ് ഈ റിലേഷനിൽ ഒരു നെഗറ്റീവ് സൈഡ് വരുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ റിലേഷനിൽ ഇടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് ആവുന്നത്, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ ഈ റിലേഷൻ പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് തമ്മിൽ സംസാരിച്ച് ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ടൈം എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഇതിങ്ങനെ വൈകുന്നതിനനുസരിച്ച് റിലേഷൻ്റെ ഗ്യാപ്പ് കൂടും എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ നോ കോണ്ടാക്റ്റിൽ നിൽക്കുമ്പം അത് എത്രമാത്രം നിങ്ങൾ അകന്ന് നിൽക്കുന്നു അതിനനുസരിച്ച് റിലേഷനിൽ മുന്നോട്ടൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ ഇത് അപ്രോച്ച് ചെയ്യുന്നതിന് അത് ഡിലേ വരുത്തും, അല്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നത്തിലോട്ട് പോകും, രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് നഷ്ടമാവും എന്ന് അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് സമയം ഒരുപാട് മുന്നോട്ട് പോകുന്നതിനേക്കാൾ ബെറ്റർ എത്രയും പെട്ടെന്ന് ഇതിലൊരു റിസൾട്ട്, അല്ലെങ്കിൽ പെട്ടെന്നൊരു രണ്ടുപേര് സംസാരിച്ച് ക്ലിയർ ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. ഗിൽറ്റി എന്ന് കാണിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് അവർ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് അറിയാതെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ സംസാരമോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ അവർ കുറ്റബോധം ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു കുറ്റബോധത്തിലാണ് അവർ മുന്നോട്ട് ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധത്തിനനുസരിച്ച് തന്നെയാണ് അവർ മുന്നോട്ടൊരു തീരുമാനം എടുക്കാൻ തയ്യാറാവുന്നത് എന്നുള്ളതാണ്. അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഒരു സാധ്യതയുണ്ട്, ഒരു ചേഞ്ച് വരാനുള്ള ചാൻസസ് കാണിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. കൊല്ലം 1994, ജൂലൈ, വിശാഖം 1999, 1987, ഏപ്രിൽ, ജനുവരി, ഡിസംബർ, കോട്ടയം, ചിത്തിര, ഉത്രട്ടാതി, മലപ്പുറം, 2001. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.